السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، ونصلي ونسلم على خاتم الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين فلما أحسوا بأسنا إذا هم منها يركضون. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين. സൂറത്തുൽ അംബിയായിലെ 11ാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മൾ ഓതി വെച്ചത്. അപ്പൊ അതിന് തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിരുന്നത് ശത്രുക്കൾ, അതായത് മക്കയിലെ മുശ്രിക്കുകളാണ് ഈ ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതർ. അവർക്കാണ് ഖുർആൻ ഇറങ്ങിയത്. അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടിയാണ് ഖുർആൻ അവതീർണമായത്. അപ്പൊ അവർ നുബൂവത്തിനെ എതിരേറ്റത് അവരായതുകൊണ്ട് തന്നെ അവർ പ്രവാചകനിൽ വിശ്വസിക്കാത്തതിന് പറഞ്ഞിരുന്ന ന്യായങ്ങൾ, അവർ പ്രവാചകത്വത്തിനും ഇസ്ലാമിനുമെതിരെ വിശ്വസിക്കാതിരിക്കാൻ അവർക്ക് തടസ്സമായിരുന്ന പല ന്യായവാദങ്ങളുമാണ് യഥാർത്ഥത്തിൽ തൊട്ടു മുമ്പത്തെ ആയത്തുകൾ. എന്തുകൊണ്ടൊരു പ്രവാചകനെ അയച്ചില്ല, എന്തുകൊണ്ട് അതല്ലെങ്കിൽ ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്നില്ല, അദ്ദേഹം മറ്റു മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരു പ്രവാചകൻ, ഒരു ദൈവം അയച്ച പ്രവാചകൻ, രക്ഷിതാവ് അയച്ച പ്രവാചകൻ ഒരിക്കലും എന്തുകൊണ്ടാണ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാകാത്തത്? അതാണ് അവരുടെ ന്യായം. ഏറ്റവും പ്രധാനപ്പെട്ട ന്യായം, ഒരു അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന മട്ടിൽ എന്തുകൊണ്ട് പ്രവാചകനാകുന്നില്ല. അതല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിച്ചത്, വേറൊരു ആയത്തിൽ ചോദിച്ചത്, അദ്ദേഹത്തിനൊരു തോട്ടം ഉണ്ടാവുകയും ആ തോട്ടത്തിൽ ഏറെ കായ്ക്കനികൾ ഉണ്ടാവുകയും അതൊക്കെ ഞങ്ങൾക്ക് പൊട്ടിച്ച് തിന്നാൻ പറ്റാവുന്ന രൂപത്തിൽ സമൃദ്ധമായൊരു തോട്ടം അദ്ദേഹത്തിനുണ്ടെങ്കിൽ, ഒരു കർഷകരാണല്ലോ, കർഷകരും കച്ചവടക്കാരുമാണ് മക്കത്തെ അന്നത്തെ ആ കാലഘട്ടത്തിലെ മനുഷ്യർ. അപ്പൊ അവർക്ക് അന്ന് ഏറ്റവും നല്ല ധന്യതയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു കച്ചവടം ചെയ്ത് വളരെ വലിയൊരു സമ്പത്തുള്ളൊരു മനുഷ്യനായിരിക്കണം, അല്ലെങ്കിൽ കൃഷി നടത്തി കൃഷിയിൽ വളരെ ലാഭം ലഭിക്കണം. അപ്പൊ കൃഷി നടത്തി വലിയ ലാഭം ലഭിക്കാവുന്ന മട്ടിൽ അദ്ദേഹത്തിന് തോട്ടമുണ്ടെങ്കിൽ, സമൃദ്ധമായ തോട്ടമുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തെളിവാണ് അദ്ദേഹം പ്രവാചകനാണെന്നുള്ളത്. അപ്പൊ ഈ രൂപത്തിലുള്ള വളരെ അല്പത്തരം നിറഞ്ഞ സംസാരമാണ് മക്കത്തെ മുശ്രിക്കുകളിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് തൊട്ടുമുള്ള ആയത്തുകൾ വിശദീകരിച്ചത്. അപ്പൊ അവിടെ വിശുദ്ധ ഖുർആൻ അവർക്ക് എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? മലക്കിനെയാണ് പ്രവാചകനായി അയക്കുന്നത് എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? ഖുർആൻ പറഞ്ഞ മറുപടി, പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച അവിടെ മസ്അല കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മലക്കിനെ തന്നെ അള്ളാഹു പ്രവാചകനായി അയക്കാമായിരുന്നല്ലോ, എന്നിട്ടും പിന്നെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ തന്നെ പ്രവാചകനായി അയച്ചത്? അപ്പൊ അവിടെ ഖുർആൻ പറയുന്ന മറുപടി, മനുഷ്യരിലേക്ക് ജീവിതമാർഗം പഠിപ്പിക്കാൻ വരുന്ന പ്രവാചകൻ, മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുന്ന, മനുഷ്യരെ പോലെ ജീവിക്കുന്ന, മനുഷ്യരുമായി മറ്റുള്ള മനുഷ്യരുമായി ഇടപെടുന്ന അതേ തുടിക്കുന്ന ഹൃദയമുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ കാണിച്ചു കൊടുക്കണം മാതൃക. ഇത് ജീവിതത്തിൽ അനുവർത്തിക്കാൻ പറ്റും, ഇത് ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റും, ഇത് പറയാൻ മാത്രമുള്ളതല്ല, ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയാവുന്നതാണ് എന്ന് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കണമെങ്കിൽ അതൊരു മനുഷ്യനാവണം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ചൊവ്വായ നിലക്ക് അത് മനുഷ്യരെ പഠിപ്പിക്കണമെങ്കിൽ ആ അയക്കപ്പെടുന്ന ദൂതൻ, മനുഷ്യരിലേക്ക് ജീവിത സന്ദേശവുമായി അയക്കപ്പെടുന്ന ദൂതൻ അത് മനുഷ്യൻ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി സാധാരണഗതിയിൽ ഇസ്ലാമിനെ വിമർശിക്കാറുള്ള എത്തിസ്റ്റുകൾ അവർ പറയാറുള്ളത്, അവരൊരു പ്രവാചകത്വത്തെ മാത്രമല്ല, ഇസ്ലാമിനെ മൊത്തത്തിൽ വിമർശിക്കാൻ അവരെടുക്കുമ്പോൾ പ്രവാചകത്വം കൂടി എടുക്കാറാണ്. ഇമാമത്ത്, പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന ആരാധന കർമ്മങ്ങളുടെ നേതൃത്വം, ഇമാമത്ത്, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കൽ, ജുമഅ
ഖുതുബ നിർവഹിക്കൽ, അതുപോലെ ഖാദി സ്ഥാനം, എന്തെങ്കിലും ഒരു വിഷയത്തിലുള്ള മധ്യസ്ഥം പറച്ചിൽ, ഇങ്ങനെയുള്ള സർവ്വ വിഷയങ്ങളിലും പുരുഷ മേൽക്കോയ്മ, അങ്ങനെയാണ് പറയാറുള്ളത്. പുരുഷന്മാർക്കുള്ള അതീശാധികാരം, അവർക്കുള്ള മേലാളിത്വം. ഇത് പിന്നെ ലിംഗ അസമത്വമാണല്ലോ. അപ്പൊ ഇസ്ലാം മനുഷ്യർക്കിടയിൽ ലിംഗ അസമത്വമാണ് പഠിപ്പിക്കുന്നത്. അത് എല്ലാ മതത്തിലുമുണ്ട്, ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിനെ മാത്രം വേർതിരിച്ച് നിർത്താൻ പറ്റില്ല എന്നൊക്കെയാണ് പറയാറുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ പ്രവാചകത്വമായിരുന്നാലും ഒരു പ്രവാചകനെ അല്ലാഹു പുരുഷനായി തിരഞ്ഞെടുക്കലാണെങ്കിലും അതല്ലെങ്കിൽ മതപരമായ മറ്റു നേതൃത്വങ്ങൾ പുരുഷനെ ഏൽപ്പിക്കുകയാണെങ്കിലും, ഞാൻ എന്തിനാ പറയുന്നത് വെച്ചാൽ, മറുപടി പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹി എന്നാണ് പറഞ്ഞത്. അവിടെ റിജാലി എന്നാണ് പ്രയോഗിച്ചത്. ആണുങ്ങളെ അല്ലാതെ, പുരുഷന്മാരെ അല്ലാതെ അള്ളാഹു നിനക്ക് മുമ്പ് മറ്റു പ്രവാചകന്മാരെ അയച്ചിട്ടില്ല. അയച്ചവരൊക്കെയും പുരുഷന്മാരായ മനുഷ്യരെ ആയിക്കൊണ്ടാണ് അള്ളാഹു അയച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പൊ മനുഷ്യൻ എന്നുള്ളിടത്തും പുരുഷൻ എന്നുള്ളിടത്തുമാണ് ആ രണ്ട് മസലകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. മലക്കിനെ അയക്കാതെ എന്തുകൊണ്ട് ഒരു മനുഷ്യനെ അയച്ചു, അതുപോലെ സ്ത്രീയെ അയക്കാതെ എന്തുകൊണ്ട് ഒരു പുരുഷനെ അള്ളാഹു അയച്ചു, ഈ രണ്ട് മസലകൾ അവിടെയാണ് വരുന്നത്. അപ്പൊ അതെന്താണ് അതിലുള്ള ഹിക്മത്ത്, അതിലുള്ള യുക്തി എന്താണ്? അവിടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഓരോ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. സ്ത്രീക്ക് അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് അടുത്തൊരു തലമുറയെ വാർത്തെടുക്കലാണ്. അതിന്റെ ഉത്തരവാദിത്തം പുരുഷനോ സ്ത്രീയോ രണ്ടാലൊരാൾ ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് അത് സ്ത്രീയെയാണ്. സ്ത്രീയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു തലമുറ മനുഷ്യരാശി നിലനിൽക്കാനുള്ള കാരണമായി അല്ലാഹു തെരഞ്ഞെടുത്തപ്പോൾ സ്ത്രീയെയാണ് അല്ലാഹു തെരഞ്ഞെടുത്തത്. എന്നാൽ സ്ത്രീക്ക് വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ആര്? പുരുഷൻ. ആ അവസ്ഥക്ക്, കാര്യത്തിന് പൂർത്തീകരിച്ചു കൊടുക്കേണ്ട എല്ലാ ചുമതലയും ഒരു പുരുഷനുണ്ട്. അപ്പൊ ഉത്തരവാദിത്തം, അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം അത് ഒരു തലമുറയെ വാർക്കുന്നതിൽ അത് സ്ത്രീക്കാണ്. അത് ജനിതകപരമായിട്ടുള്ള ഒരു സ്ത്രീക്കും പുരുഷനുമുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ താദാത്മ്യമായിക്കൊണ്ട് ഒരു സ്ത്രീക്ക് വരുന്ന പ്രയാസങ്ങളുണ്ട്. അതിനെ പരിഗണിച്ചുകൊണ്ടുള്ള ആരാധന കർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളും മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീക്ക് കൊടുത്തുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്ത്രീക്ക് ഓരോ മാസവും നിസ്കാരം ഒഴിവാക്കുന്ന സമയമുണ്ട്. നിസ്കാരം ഒരിക്കലും ഇസ്ലാമിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. നിസ്കാരത്തിന്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ ഇങ്ങനെ നിശ്ചലനായി കിടക്കുകയാണ്, പക്ഷെ ബോധമുണ്ട്, അയാൾക്കും നിസ്കാരമുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ അസുഖം ബാധിച്ച് നിശ്ചലനായി കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്, മനസ്സറിയുന്നുണ്ട്, അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, കോമാ സ്റ്റേജ് അല്ലാന്നേ ഉള്ളൂ, പക്ഷെ ശരീരം തളർന്ന് കിടക്കണം, എല്ലാം അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അയാൾക്ക് കണ്ണുകൾ കൊണ്ട് ആംഗ്യമെടുത്ത് അയാളുടെ മനസ്സുകൊണ്ട് നിസ്കരിക്കണം എന്നാണ്. ചൊല്ലിപ്പറയാൻ നാവ് കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അപ്പൊ ഈ അവസരത്തിൽ പോലും നിസ്കാരം ഒഴിവാക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. നിസ്കാരം സ്വീകരിക്കണം, നിസ്കാരം നിർവഹിക്കണം എന്നുള്ളിടത്താണ് ഇസ്ലാം ഉള്ളത്. രണ്ടാമത്തെ ഒരു സംഗതി യുദ്ധ സാഹചര്യമാണ്. യുദ്ധ സാഹചര്യത്തിൽ യുദ്ധം മൂർച്ഛിക്കുന്ന ഒരു ഘട്ടമുണ്ട്. യുദ്ധത്തിന്റെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. യുദ്ധം മൂർച്ഛിക്കുന്ന ഒരു ഘട്ടമുണ്ട്. എന്ന് വെച്ചാൽ ചലങ്ങും വലങ്ങും ഗംഭീര യുദ്ധം നടക്കുന്ന സമയം, നിസ്കാരത്തിന്റെ സമയമാണെങ്കിൽ എല്ലാവരും ആ വാളോങ്ങുന്ന കൈദിശ കൊണ്ട്, അല്ലെങ്കിൽ യുദ്ധത്തിൽ പെരുമാറുന്ന പെരുമാറ്റം തന്നെയാണ്, പക്ഷേ അവിടെ ചൊല്ലി പറഞ്ഞുകൊണ്ട് നിസ്കാരം നിർവഹിക്കണം എന്നുള്ളതാണ്. അപ്പൊ പോലും ഒഴിവാക്കി കൊടുക്കാത്തൊരു കാര്യമാണത് നിസ്കാരം. ആ നിസ്കാരമാണ് ആർക്കും ഒഴിവാക്കി കൊടുത്തത്? സ്ത്രീക്ക് ഒഴിവാക്കി കൊടുത്തത്. അത് പറയാനാണ് ഞാൻ അത് പറഞ്ഞത്. ആ നിസ്കാരം സ്ത്രീക്ക് അല്ലാഹു ഒഴിവാക്കി കൊടുത്തു. കാരണം ജനിതകപരമായി ഒരു സ്ത്രീക്ക് വലിയൊരു ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിച്ചു. അതിന്റെ ഉപോത്പലകമായി ആ സ്ത്രീക്ക് വരുന്ന പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇസ്ലാം കണക്കിലെടുത്തു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിന്റെ താല്പര്യം കൊണ്ട് തന്നെയാണ് അത് കൃത്യതയോടുകൂടി നിലനിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അവിടെ എല്ലാവർക്കും പൗപ്പത്ത് കൊടുക്കാനുള്ളതല്ല ഉത്തരവാദിത്തങ്ങൾ. അത് ഏറ്റവും അർഹനെയാണ് ഏൽപ്പിക്കുക. ഉത്തരവാദിത്തത്തിന് കഴിവുള്ള പല ആളുകളുണ്ടായിരിക്കും, പക്ഷെ അർഹത എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. കഴിവ് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്, അർഹത എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പൊ ഏറ്റവും പൂർണ്ണമായി ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ യാതൊരു വിടുതലും വീഴ്ചയുമില്ലാതെ നിർവഹിക്കണമെങ്കിൽ ഇമാമത്തായിക്കോട്ടെ, അത് മറ്റെന്തെങ്കിലും ഇതുപോലത്തെ ഉത്തരവാദിത്തങ്ങൾ, പ്രവാചകത്വമായിക്കോട്ടെ,
പ്രവാചകന് 2 ദിവസം ലീവ് എടുക്കാൻ കഴിയില്ല, എനിക്ക് ശാരീരികമായ ആവശ്യതകളുണ്ട്, 2 ആഴ്ച എനിക്ക് മാസമുറയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളാണ് എന്ന് വിചാരിച്ചൊരു പ്രവാചകന് ലീവ് എടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തമാണോ അത്? മനുഷ്യ സമൂഹത്തെ നയിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പ്രവാചകത്വം അല്ല, കഴിയില്ല. അതുപോലെ ഇമാമത്ത്, പള്ളിയിൽ ലീവ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനത്തെ ഉത്തരവാദിത്തം അത് വീഴ്ചയാണ്. അപ്പൊ ആ വീഴ്ച വരാവുന്ന രൂപത്തിൽ അള്ളാഹു ഒരിക്കലും ഇസ്ലാമിക മതനിയമമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുമ്പോൾ ആ വീഴ്ച വരുന്ന രൂപത്തിൽ, ഒരു തുള വരുന്ന രൂപത്തിൽ, ഉത്തരവാദിത്തത്തിന് കുറവ് വരുന്ന രൂപത്തിൽ ഒരിക്കലും അത് ഏൽപ്പിക്കൂല. അത് റബ്ബിന്റെ മതമാണ്. അപ്പൊ ഏറ്റവും ചൊവ്വായി അത് നടത്താൻ കഴിയുന്നത് പുരുഷനാണ്, സ്ത്രീയെ അപേക്ഷിച്ച്. അതുകൊണ്ടാണ് അത് പുരുഷന് നൽകിയത്. അപ്പൊ ഓരോരുത്തർക്കും എന്താണോ അനുയോജ്യമായത്, ഓരോരുത്തർക്കും എന്താണോ ഏറ്റവും നന്നായി നിർവഹിക്കാൻ കഴിയാവുന്നത്, അത് ശാരീരിക പ്രകൃതിക്കനുസരിച്ച്, ജൈവിക പ്രത്യേകതക്കനുസരിച്ച്, ബയോളജിക്കലായിട്ടുള്ള പ്രത്യേകതകൾക്കനുസരിച്ച് അള്ളാഹു ഉത്തരവാദിത്തങ്ങൾ നൽകി എന്നുള്ളതാണ്. അതിൽ 2 കൂട്ടർക്കും പ്രതിഫലം പ്രത്യേകമായി വെച്ചു, അല്ലേ? അവിടെയാണ് ഇസ്ലാം ഈ പ്രവാചകത്വത്തിന്റെ വിഷയത്തിലും സ്ത്രീ പുരുഷ അസമത്വമില്ല. ആർക്കാണോ ഏറ്റവും ചൊവ്വായിക്കൊണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ സാധിക്കുന്നത് അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. അത് റബ്ബിന്റെ തീരുമാനമാണ് എന്നുള്ളത്. അപ്പൊ ഇസ്ലാമിനെ വിമർശിക്കാൻ അവിടെ ഒരു നിലക്കും അത് ന്യായമില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ അപ്പൊ അതിന് മറുപടിയൊക്കെ പറഞ്ഞ് ഖുർആൻ അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കുന്നത് 11ാമത്തെ ആയത്ത്, വകം ഖസംനാ മിൻ ഖർയത്തിൻ കാനത് ളാലിമതൻ വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ. വകം ഖസംനാ, വകം എത്രയാണ്, ഖസംനാ നാം ഉന്മൂലനം നടത്തിയിരിക്കുന്നത്, നശിപ്പിച്ചിരിക്കുന്നത്, മിൻ ഖർയത്തിൻ നാട്ടുകാരെ, ആളുകളെ. ഖറിയത്ത് എന്ന വാക്ക് ശരിക്കും നാട്ടുകാരി എന്നുള്ളതല്ല. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ്. ഇപ്പൊ ഗ്രാമത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രാമത്തിലുള്ള ആളുകളെ നശിപ്പിക്കലാണ് ഉദ്ദേശാർത്ഥം. അതൊക്കെ ഭാഷാ സൗന്ദര്യങ്ങളാണ്. അതിന്റെ അവിടെ പ്രയോഗിക്കുന്നതിന്റെ ഒരു ഭാഷാ സൗന്ദര്യം ഉള്ള സംഗതികളുണ്ട്. അത് അറബി ഭാഷ പഠിക്കുന്നവർക്ക് പറഞ്ഞാൽ മാത്രമേ അത് ചിലപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ ചാൻസ് ഉള്ളൂ. കാനത് ളാലിമതൻ, അവർ അക്രമം പ്രവർത്തിച്ചിരുന്നവരാണ്. അങ്ങനെയുള്ള എത്രയോ സമൂഹത്തെ നാം നശിപ്പിച്ചിരിക്കുന്നു. വഅൻശഅനാ ബഅദഹാ, വഅൻശഅനാ നാം ഉണ്ടാക്കുകയും ചെയ്തു, ബഅദഹാ അതിനുശേഷം, ഖൗമൻ ആഖരീൻ വേറെയൊരു ജനതയെ അവർക്കു ശേഷം നാം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ ഈ നിഷേധം കൊണ്ട് ഇസ്ലാം ഒന്നും തകർന്നു പോകുന്നില്ല. ഇതിനു മുമ്പ് ഒരുപാട് കൂട്ടർ ഇതിനു മുമ്പ് നിങ്ങളെപ്പോലെ നിഷേധിച്ച് തള്ളിയവരാണ്. അവർക്കൊക്കെയും നാം ശിക്ഷ ഇറക്കിയിട്ടുണ്ട്. ആ ശിക്ഷയുടെ ഭാഗമായി ഈ ലോകത്ത് നിന്ന് അവർ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ നിഷേധം എന്ന് പറയുന്ന ഒരു പുതിയ സംഗതിയൊന്നല്ല, മുത്തരിയല്ല. അപ്പൊ നിഷേധം കൊണ്ട് നിങ്ങൾ വലിയവരാകാൻ നോക്കണ്ട. നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് തലമുറ ഇവിടെ വന്നു. ആ തലമുറയിലേക്കൊക്കെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെയും പ്രവാചകന്മാരെ തള്ളിയപ്പോൾ അവർ ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ അവർ അനുഭവിച്ചിട്ടുമുണ്ട്. അതൊരു താക്കീതിന്റെ സ്വരമാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ ശൈലി അവരുടെ വാദങ്ങൾക്ക് മറുപടി പറയലാണ്. പക്ഷെ പിന്നീട് ഇപ്പൊ ഖുർആൻ പറഞ്ഞ ആ മറുപടി അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ അതേ നിലപാട് സ്വീകരിച്ച ആളുകൾക്ക് എന്താണ് പറ്റിയത് എന്ന് ഖുർആൻ അവിടെ പഠിപ്പിക്കുകയാണ്. അതിന്റെ ശരിയായ അർത്ഥം, മുഴുവൻ അർത്ഥം, അക്രമം പ്രവർത്തിച്ചിരുന്ന എത്രയോ നാടുകളെ നാം ഉന്മൂലനം ചെയ്തിരിക്കുന്നു. അവരുടെ ഉന്മൂലനത്തിന് ശേഷം, നാശത്തിന് ശേഷം പുതിയൊരു ജനതയെ നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് ഒരുപാട് മസലകൾ വരുന്നുണ്ട്, നമുക്ക് അവസാനം പറയാം. അടുത്തൊരു ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഫലമ്മാ അഹസ്സൂ ബഅസനാ ഇദാ ഹും മിൻഹാ യർകുളൂൻ. ഫലമ്മാ അഹസ്സൂ, അങ്ങനെ അവർ അനുഭവിച്ചപ്പോൾ, ഫലമ്മാ അഹസ്സൂ അവരനുഭവിച്ചപ്പോൾ, ബഅസനാ നമ്മുടെ ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ അവർ അനുഭവിച്ചപ്പോൾ, ഇദാഹും അവരതാ അതിൽ നിന്ന് യർകുളൂൻ അവർ ചാടിപ്പോകുന്നു. അവർ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു പിടുത്തത്തിൽ നിന്ന്, റബ്ബിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ചാടിപ്പോകാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തൊരായത്തിൽ അള്ളാഹു പറയണം,
ലാ തർകുലൂ വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനികും ലഅല്ലകും തുസ്അലൂൻ. അവരോട് പറയപ്പെട്ടു, ലാ തർകുലൂ, നിങ്ങൾ ചാടിപ്പോകണ്ട, നിങ്ങൾ കുതറി മാറാൻ ശ്രമിക്കണ്ട. വർജിഉ, നിങ്ങൾ മടങ്ങിപ്പോവുക. ഇലാ മാ ഉത്രിഫ്തും ഫീഹി, നിങ്ങൾക്ക് സുഖം നൽകപ്പെട്ടിരുന്ന കാര്യങ്ങളുണ്ട്, നിങ്ങൾ സുഖിച്ചിരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക. ഫീ, ഏതൊന്നിലാണോ നിങ്ങൾ സുഖം കണ്ടെത്തിയിരുന്നത്, ആനന്ദം കണ്ടെത്തിയിരുന്നത്, അതിലേക്ക് മടങ്ങിക്കോളൂ, അതൊക്കെ ചെയ്തോളൂ. വ മസാകിനിക്കും, നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങിക്കോളൂ. ലഅല്ലകും തുസ്അലൂൻ, നിങ്ങൾക്ക് ചോദ്യം വരാനുണ്ട്. ലഅല്ലകും തുസ്അലൂൻ, നിങ്ങൾ ചോദിക്കപ്പെട്ടേക്കും. അതായത് മരണാനന്തരം നിങ്ങൾ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയരാകും. അതായത് അവരോട് പരിഹാസ രൂപത്തിൽ, പരിഹാസ മാർഗേണ പറയാണ്, നിങ്ങൾ എന്തിലാണോ സുഖിച്ചിരുന്നത്, നിങ്ങൾ സുഖം കണ്ടെത്തിയിരുന്നത് എന്ത് കാര്യത്തിലാണോ ആ കാര്യത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ കുതറി മാറാനൊന്നും ശ്രമിക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മലക്കുകൾ പറയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ 3 ആയത്തുകളും ചർച്ച ചെയ്യുന്ന ഒരൊറ്റ വിഷയമാണ്. അതായത് മുമ്പുണ്ടായിരുന്ന ജനതകളെ അവരെ നശിപ്പിച്ചിട്ടുണ്ട്, അവർ പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളിയപ്പോൾ അവർക്ക് ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. ആ ശിക്ഷ ഇറങ്ങുന്ന സമയത്ത്, അവർക്ക് അനുഭവിക്കുന്ന സമയത്ത്, ശിക്ഷ മനസ്സിലാകുന്ന സമയത്ത് അവരതിൽ നിന്ന് കുതറി മാറാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്ത് അവരോട് പറയപ്പെട്ടു, നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ സുഖിച്ചിരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മടങ്ങാൻ പറ്റുമെങ്കിൽ മടങ്ങിക്കോളൂ, നിങ്ങൾക്ക് ചോദ്യം ചെയ്യലുകളുണ്ട് എന്ന ഭീഷണിയുടെ സ്വരം വിശുദ്ധ ഖുർആൻ ഈ മക്കത്തെ മുശ്രിക്കുകൾക്ക് നേരെ പറയണം. അപ്പൊ ഇനി ഇതിന് തുടർന്ന് വരുന്ന ഒരു മസ്അല എന്താന്ന് വെച്ചാൽ, ഇവിടെ ഒരു വിഷയം, ഇത് ദാറുൽ ബലാ ആണല്ലോ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളുടെ ലോകം. ഇവിടെ ഓരോ മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. അത് ഇസ്ലാം മുമ്പിൽ കാണിക്കും, ഹിദായത്ത് മുമ്പിൽ കാണിക്കും. അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഈ ജീവിതം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ശിക്ഷിക്കേണ്ട ലോകം എന്ന് പറയുന്നത്, തഅദീബിന്റെ ലോകം എന്ന് പറയുന്നത് പരലോകമാണല്ലോ. അപ്പൊ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് എന്നുള്ളൊരു വിഷയം അവിടെ വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് മനുഷ്യരാശിയെ വിളിക്കാൻ ഒരു പ്രവാചകനെ പറഞ്ഞേക്കുന്നു, വഹീ സന്ദേശവുമായിട്ട് കടത്തിവിടുന്നു. നിഷേധിക്കുമ്പോൾ ശിക്ഷ നൽകേണ്ട ഒരു ലോകം മരണാനന്തര ലോകമാണ്. പക്ഷെ പിന്നെന്തുകൊണ്ടാണ് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നടപ്പിലാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ഒരു വിഷയം അവിടെ നമുക്ക് ഈ ആയത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയും. തഅജീലുൽ ഉഖൂബ ലികൗനിഹിം യസ്തഹിഖൂനൽ ഇഖാബ് വഖ്താറ അല്ലാഹു അൻ യുംഹിലഹും അല്ലാ യുംഹിലഹും. അതായത് അല്ലാഹു ശിക്ഷ കൊണ്ട് അടുപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? പരലോകത്തേക്ക് മാറ്റിവെക്കാതെ, ശിക്ഷക്ക് പാത്രീഭൂതരായ അർഹരായ ആളുകളെ പരലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെക്കാതെ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്യും. ഓരോ ഉമ്മത്തിനെയും പ്രവാചകന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് ഒരു അവധി നിശ്ചയിച്ചു കൊടുക്കും. അത് ശിക്ഷക്ക് കാരണമാകുന്നൊരു അവധിയാണത്. അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ അതാണ് വഈദ്, റബ്ബ് വാഗ്ദാനം ചെയ്യുന്ന ആ വഅദ്, അവർക്കുള്ള അവധി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ ശിക്ഷ അനുഭവപ്പെടുന്ന അവസ്ഥയിൽ അവരെ ബാധിക്കുന്ന രൂപത്തിലേക്ക് എത്തുമെന്നുള്ളത്. ഓരോ മുമ്പുണ്ടായിരുന്ന ഓരോ തലമുറകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതായത് പ്രവാചകന്മാരെ പറഞ്ഞയക്കുമ്പോൾ നിർലോഭം തുടരുന്ന അവരുടെ കുഫറിന്, അവരുടെ നിഷേധത്തിന് ഒരു അവധി വരുത്തുന്നത് ഒരു ശിക്ഷ അവർക്ക് ഇറക്കിക്കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ ശിക്ഷ ഇറക്കിയതിനു ശേഷം പുതിയൊരു തലമുറയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഭൂമി ലോകത്ത് കൊണ്ടുവരുന്നത്. അപ്പോ ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, തൗറാത്ത് ഇഞ്ചീൽ ഇറങ്ങിയതിനു ശേഷം പിന്നീട് അത്തരത്തിലുള്ളൊരു ശിക്ഷാ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നുബുവത്തിനെ നിഷേധിച്ച ആളുകൾക്ക് ഇഞ്ചീലിനു ശേഷം പിന്നീട് ഈ രൂപത്തിൽ ഒരു ശിക്ഷാ നടപടി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട
തൗറാത്തിന് ശേഷം പിന്നീട് അത്തരത്തിൽ മുൻപുണ്ടായിരുന്ന സമൂഹങ്ങളെ മുഴുവൻ നശിപ്പിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ് സമുദായത്തെ നശിപ്പിച്ചിട്ടുണ്ട്. അത് ഒന്നടങ്കം വലിയൊരു സമൂഹമാണ്. ചെറിയ ചില്ലറ വരുന്ന ഒരു താഴ്വാരത്തിൽ വരുന്ന ഒരു 100-150 മനുഷ്യന്മാരല്ല, വലിയ വലിയ സമൂഹങ്ങളെ തന്നെ നശിപ്പിക്കുകയാണ്. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ പ്രളയ ശിക്ഷ അത് ലോകം മുഴുവൻ എത്തുന്ന നിലയ്ക്ക് വിശാലമായിരുന്നു. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അത്തരത്തിലുള്ള റബ്ബിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അത്തരത്തിലുള്ള വലിയൊരു കപ്പൽ നിർമ്മിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. ആ കപ്പലിന്റെ നിർവാഹം കൈകാര്യം ചെയ്യുന്നതിന്റെ മേൽനോട്ടം ബി അയുനിന എന്നാണ് പറഞ്ഞത്. നമ്മുടെ കണ്ണുകൊണ്ട് എന്നുവെച്ചാൽ റബ്ബിന്റെ കണ്ണുകൊണ്ട് നിർമ്മിച്ചു എന്നുള്ളതല്ല, റബ്ബിന്റെ മേൽനോട്ടത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കപ്പൽ നിർമ്മിച്ചത് എന്നുള്ള. ആ കപ്പൽ നിർമ്മിക്കുമ്പോൾ പോലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം അദ്ദേഹത്തെ പരിഹസിക്കുകയായിരുന്നു. അവർക്കുള്ള ശിക്ഷയാണ് ആ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവരറിഞ്ഞില്ല. അതായത് ഒരു വലിയ വിശാലമായ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കപ്പൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണുന്നവർക്ക് എന്താ അത് തോന്നുക? അത് ഇറക്കണല്ലോ, കപ്പൽ ഇറക്കണല്ലോ. അപ്പൊ ഇറക്കേണ്ട ഒരു വലിയൊരു കപ്പൽ, അത്രയും വലിയ പടുകൂറ്റൻ കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പൽ ഏത് രൂപത്തിലുള്ളതായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമുണ്ട്, സഹായമുണ്ട് അവിടെ. കാരണം ഒരു പ്രവാചകനാണ് നിർവഹിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരവുമാണ് നിർവഹിക്കുന്നത്. വസ്ലുക് ഫീഹാ മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. 23-ാം അധ്യായം സൂറത്തു മുഅ്മിനൂനിൽ പറഞ്ഞതാണ്. അതിലേക്ക് നീ പിടിച്ചിടണം. എന്തിനെ? മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ, എല്ലാ പക്ഷി മൃഗാദികളെയും അതിലേക്ക് ഇണകളായി ചേർത്ത് ഇടണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കപ്പൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വിശാലമായ ഒരു ഹാള് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് ജീവികളെ പിടിച്ച് കയറ്റുകയാണെങ്കിൽ ബാക്കി ഉണ്ടാവുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു ആനയുടെ ശക്തി എത്രയായിരിക്കും? അതല്ലെങ്കിൽ ഇഴഞ്ഞു പോകുന്ന ഒരു പാമ്പിന് എത്ര ചെറിയ ദ്വാരം മതിയാകും തൊട്ടപ്പുറത്തേക്ക് കിടക്കാൻ? അതൊന്ന് വിഷം ചീറ്റിക്കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ എത്ര സൂക്ഷ്മമായിട്ടായിരിക്കും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കപ്പലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അപ്പൊ അവർ കളിയാക്കി, എന്തിനാണ് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഈ കപ്പൽ ഉണ്ടാക്കുന്നത്? നൂഹിനോട് അവർ ചോദിക്കുകയാണ് അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഏറിയ വർഷങ്ങൾക്ക് ശേഷമാണ് നൂഹ് നബി അത് പ്രാർത്ഥിക്കുന്നത്. പടച്ചോനെ, ഈ സമൂഹത്തിന്റെ കാര്യത്തിൽ ഇനി ഇവർ നന്നാകുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. വസ്തഗ്ശൗ സിയാബഹും എന്നാണ് പറഞ്ഞത്. വസ്തഗ്ശൗ സിയാബഹും വഅസറു ഇസ്തിക്ബാറ. നൂഹ് നബി പറയുന്ന വാക്ക് തന്നെ കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നൂഹ് നബിയെ കാണുമ്പോൾ തന്നെ വസ്ത്രം ചുരുട്ടി ചെവിയിലിട്ടിട്ട് ഒരു പ്രവാചകനാണ്. എന്നാലോചിക്കും, നമ്മൾ പലപ്പോഴും പള്ളികളിലാവട്ടെ പ്രബോധന വീതികളിലാവട്ടെ വാക്ചാതുരി കൊണ്ടും ആശയ സമ്പുഷ്ടത കൊണ്ടും പ്രാസംഗികരും പണ്ഡിതന്മാരും അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഒരു പള്ളിക്കൊരു ഖത്തീബ് ഉണ്ടെങ്കിൽ ആ ഖത്തീബിന് അത്ര ഒച്ച പോരാന്നുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച മാറ്റും. മൗലവി ഇനി വിളിക്കാന്ന് പറയും. ഞങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി, അടുത്ത ആളെ നോക്കണം. എന്നുവെച്ചാൽ ഉത്ബോധനം കിട്ടുന്ന രൂപത്തിൽ അവർക്ക് കിട്ടണം. ഓരോ മഹല്ലത്തിനും ആളുകൾക്ക് ഉത്ബുദ്ധരാകണം. അതിനെ പറ്റിയ ആളുകളെ ഹയർ ചെയ്യും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഒരു പ്രവാചകൻ, ഇവിടെ ഞാൻ പറഞ്ഞത് എന്തിനാ വെച്ചാൽ, ഒരു പ്രവാചകൻ ക്ഷണിച്ചിട്ട് പോലും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു ദഅവത്തിന്റെ ഏറ്റവും സ്ഥായി ഭാവം, ഉച്ചീഭാവം, ഏറ്റവും നല്ല നിലയ്ക്ക് ദഅവത്ത് നടത്താൻ പറ്റുന്ന ആർക്കായിരിക്കും? ഒരു പ്രവാചകനാണോ ഒരു സാധാരണക്കാരനാണോ? ഒരു പ്രവാചകനാണ്. അങ്ങനത്തെ ഒരാളെ തന്നെയാണ് അല്ലാഹു തെരഞ്ഞെടുക്കുക. ആ തെരഞ്ഞെടുത്ത് ആ പ്രവാചകനെ ഏറ്റവും നല്ല നിലയ്ക്ക് ചൊവ്വായി കൊണ്ടുപോകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാവുകളുടെ കെട്ടുകൾ അഴിച്ചു തരാൻ പഠിച്ചോനെ, നല്ല നിലയ്ക്ക് സംസാരിക്കാൻ കഴിയണം റബ്ബേ, ഇതൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് പോകും. അപ്പൊ ഏറ്റവും നല്ല നിലയ്ക്ക് അത് പ്രസന്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരാളായിരിക്കും ഒരു പ്രവാചകൻ. ആ പ്രവാചകനോളം ദഅവത്ത് നടത്താൻ പറ്റുന്ന ഒരാളുമില്ല താൻ. അങ്ങനെയുള്ള ഒരു പ്രവാചകനെ വിളിച്ചിട്ട് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? വസ്തഗ്ശൗ സിയാബഹും, അവരുടെ വസ്ത്രങ്ങൾ ചെവിയിലേക്ക് ഇങ്ങനെ ചേർത്തി വെച്ചിട്ട് പോയി കിട്ടുന്നാളെ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിന് വിളിച്ചിട്ട് ഒരാൾ വന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ 4 ആളെ വിളിച്ചു, നമ്മളെ പള്ളിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് നടന്നു വരുന്നുണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ഒരു ക്ലാസ്സിന് ഇരുന്ന് നോക്കി എന്നൊക്കെ 4 വട്ടം പറഞ്ഞു. എന്നിട്ട് നമുക്ക് തോന്നാണ്
ചെങ്ങായിക്ക് ഞാൻ പറഞ്ഞിട്ടൊരു വരിയില്ലല്ലോ പഠിച്ചോ, ഞാനൊന്നും ഒരാൾ പറഞ്ഞിട്ടും ഒരാൾ ഒന്നും വന്നോക്കണില്ലല്ലോ എന്ന് കരുതി നമ്മളെന്ത് ചെയ്യണ്ട, പ്രയാസപ്പെടേണ്ടതില്ല. കാരണം അതിനേക്കാളും വലിയ ആളാണ് ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ 4 ഇട്ടല്ലേ പറഞ്ഞത്, നൂഹ് നബി എത്ര പറഞ്ഞത്? 950 എന്നുള്ള കണക്കാണ് ഖുർആൻ പറയുന്നത്. 950 പരം എന്നാണ് പറഞ്ഞത്. അത്രയും വർഷം ദഅവത്ത് നിത്യം നടത്തുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ ഇടയ്ക്ക് വരെ പ്രാർത്ഥിക്കുന്നില്ല അവർക്കെതിരെ. അത്രയും വിദൂരമായ വർഷങ്ങൾ ദഅവത്ത് നടത്തി നിരാശരായിക്കൊണ്ടാണ് പിന്നീടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഉണ്ടാകുന്നത്. റബ്ബേ റബ്ബേ ലാ തദർ അലൽ കാഫിരീന ദയ്യാറ. ആയത്ത് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. വഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. പടച്ചോനെ, ഇനി ഇവരെ വെച്ചേക്കേണ്ട ആവശ്യമില്ല, ഇനി ഈ സമൂഹത്തെ ഈ ലോകത്ത് ഇവിടെ വെച്ചേക്കേണ്ട ആവശ്യമില്ല, അവരെ ഒരാളെ പോലും വിടരുത് പടച്ചോനെ. ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. തമ്മാടികളെ ജനിപ്പിച്ചു കൂട്ടുമെന്നല്ലാതെ, കുഫാറുകളെ ജനിപ്പിച്ചു കൂട്ടുമെന്നല്ലാതെ ഇവരെ കൊണ്ട് ഇനി യാതൊരു നിലക്കും യാതൊരു പ്രയോജനവുമില്ല എന്ന് എനിക്ക് മനസ്സിലായി പഠിച്ചോനെ. അതുകൊണ്ട് വലാ തദർഹും, ഒരാളെ പോലും നീ ഒഴിവാക്കി വിടരുത് എന്നുള്ള പ്രാർത്ഥനയാണ്. അതൊരു പ്രവാചകന്റെ കണ്ണീരിന്റെ കഥയാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഉണ്ടായി വരുന്നതിന്റെ അവസ്ഥയിലേക്ക് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ക്ഷമയുടെ പ്രവാചകൻ, അതുപോലെ ഹിക്മത്തുള്ള പ്രവാചകൻ, റബ്ബ് യുക്തിബോധം നൽകിയ ഒരു പ്രവാചകൻ മാറണമെങ്കിൽ ആ സമൂഹത്തിന്റെ കുഫറിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് ആ കപ്പൽ നിർമ്മാണത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഏറ്റവും സൂക്ഷ്മമായി ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും, ഇവിടെ വേറെ മറ്റു ഭാഗങ്ങൾ ഒഴിവാക്കപ്പെടുമായിരുന്നെങ്കിൽ ഈ ജീവജാലങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമായിരുന്നു. ഇവരെ പിടിച്ചിടേണ്ട യാതൊരു ആവശ്യമില്ല, അല്ലെ? പിന്നീട് ജീവജാലങ്ങളുടെ ജോഡിയായിക്കൊണ്ട് കപ്പലിൽ കയറ്റേണ്ട ആവശ്യമുണ്ടോ? പണ്ഡിതന്മാരെ തെളിവെടുക്കുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു എന്നുള്ളതിനുള്ള തെളിവ് പിടിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. കാരണം ലോകം മുഴുവൻ വ്യാപിച്ചതല്ലായിരുന്നുവെങ്കിൽ പിന്നീട് ഈ ജീവജാലങ്ങളിൽ ജോഡി കണക്ക് ഈ കപ്പലിലേക്ക് പ്രവേശിപ്പിക്കേണ്ട അവസ്ഥയല്ലല്ലോ. അപ്പൊ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം പറയണമെങ്കിൽ സ്വാഭാവികമായും അത് ഈ ലോകം മുഴുവൻ സംഭവിക്കാവുന്ന രൂപത്തിലുള്ള ഒരു പ്രളയമായിരിക്കണം എന്നുള്ളതാണ്. ജൂതി പർവ്വതം എന്ന് പറയുന്നത് അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ പുറത്താണ് വെള്ളമിറങ്ങിയതിനു ശേഷം കപ്പൽ നങ്കൂരമിടുന്നത്. ഒരു വലിയ പർവ്വതത്തിന്റെ പുറത്താണ്. ഇന്നും പിന്നെ ഖുർആൻ ചരിത്രഭൂമികളിലൂടെ എന്നുള്ള ആ ഒരു ഭാഗം, അതിന്റെ അന്വേഷണാത്മകമായി നടന്ന ഒരു പിന്നെ ഡോക്യുമെന്ററിയിൽ നമുക്കതുമായി ബന്ധപ്പെട്ട ചില രേഖകളൊക്കെ ബൈബിളിൽ നിന്നുമൊക്കെ പിന്നെ ചരിത്രപരമായ വസ്തുതകൾ നിരത്തി അതിന് അനുമാനിക്കുന്നത് കാണാൻ പറ്റും. ഏതായിരുന്നാലും നമുക്കതിൽ നിന്നുള്ള പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആല തുച്ഛം വരുന്ന വിശ്വാസികളെ സഹായിക്കാൻ, ഈ ദീന് നിലനിർത്താൻ ബഹുഭൂരിപക്ഷം വരുന്ന കുഫാറുകൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി നിൽക്കുന്ന റബ്ബിന് യാതൊരു നിലക്കും തീരുമാനമില്ലായിരുന്നു എന്നുള്ളതാണ്. റബ്ബ് നശിപ്പിച്ചു. ഈ ലോകം റബ്ബിൻ്റെതാണ്, മാലിക് റബ്ബാണ്, ഉടമസ്ഥൻ റബ്ബാണ്. അതുകൊണ്ട് റബ്ബിന്റെ ഒരു തീരുമാനം വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നടപ്പിലാക്കുമെന്നുള്ളതാണ്. അപ്പൊ മുമ്പുണ്ടായിരുന്ന സമൂഹത്തിന് അവർക്കുണ്ടായിരുന്ന ശിക്ഷാ നടപടികൾ ഉണ്ടായിരുന്നത് ഒരു പ്രവാചകനെ അയക്കുകയും ആ പ്രവാചകത്വത്തിനും ആ റിസാലത്തിനുമുള്ള ഒരു അവധി ഉണ്ടായിരുന്നു. അവർക്കൊരു വഅദ്, ഒരു താക്കീത് അവിടെ കൊടുക്കും. ആ താക്കീത് പൂർത്തിയായിട്ടും വിശ്വസിക്കാത്ത മട്ടിലാണെങ്കിൽ പിന്നീട് അവർക്ക് ശിക്ഷ വന്നിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പുതിയൊരു തലമുറയാണ് കടന്നു വരുന്നത്. ഇതാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ ഒരു സംഗതി, പിന്നെ അമ്പിയാക്കളുടെ ഇവിടെ കടന്നു വന്ന ആ സമൂഹത്തിൽ കടന്നു വന്ന അമ്പിയാക്കളുടെ ദഅവത്ത്, അവരുടെ പ്രാർത്ഥന, അത് സ്വീകരിച്ചുകൊണ്ടും അല്ലാഹു ശിക്ഷ ഇറക്കിയിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണം തന്നെയാണ് പണ്ഡിതന്മാരെടുത്ത് കൊടുക്കുന്നത്. നൂഹ് നബി പ്രാർത്ഥിച്ചു, ആ സമൂഹത്തിനെതിരായിക്കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാം. അങ്ങേയറ്റം ക്ഷമിച്ചു, അങ്ങേയറ്റം പ്രബോധനം നടത്തി, ഇനി വേറെ വഴിയില്ല പടച്ചോനെ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന സ്വീകരിച്ചു, അവരെ നശിപ്പിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, വിശ്വാസികളെയും അമ്പിയാക്കളെയും സഹായിക്കാൻ വേണ്ടിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെ ആ സമൂഹത്തെ, കുഫാറുകളായ സമൂഹത്തെ നശിപ്പിക്കും. അതായത് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾക്ക് അതിശക്തമായിക്കൊണ്ട് ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുൻപുണ്ടായിരുന്ന ഒരു വ്യാസത്തിന്റെ പ്രവാചകത്വത്തിന്റെയും അതുപോലെ ആ പ്രവാചകന്റെ അനുയായികളുടെയും ഒക്കെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ പറയുന്നത് മക്കയുടെ ആദ്യ 10 വർഷം കാലഘട്ടത്തിലാണ്. മക്ക തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് നമ്മൾ ഹറമിൽ പോയി ചവിട്ടുന്ന മണ്ണൊക്കെയും 10,500 കൊല്ലം മുമ്പ് സ്വഹാബിമാരുടെ രക്തം കുടിച്ച മണ്ണാണ്. അത്ര പീഡനങ്ങൾ, നിലവിളികൾ ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ ആ മുക്കിന്നും മൂലെന്നൊക്കെ ഇങ്ങനെ കരച്ചിലുകൾ കേൾക്കും നമുക്ക്. ആ ശഅബ് അബീ ത്വാലിബിന്റെ താഴ്വര, സഫാ മർവ നമ്മൾ സഅയ് ചെയ്യുന്നതിന്റെ അപ്പുറത്തുള്ള ഭാഗങ്ങൾ, അവിടുന്നൊക്കെ നമുക്ക് ഇങ്ങനെ ശരിക്കും അനുഭവിക്കാൻ പറ്റും. അവരനുഭവിച്ചിരുന്ന ആ ശിക്ഷയും ഒക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്തബ്ധനായി, ബോധരഹിതനായി നബിയെ അടിച്ചിട്ട ഭാഗങ്ങളുമൊക്കെ ഈ പരിസരമാണല്ലോ എന്നുള്ളങ്ങനെ മൂകമായി കൊണ്ട് സാക്ഷിയാവാൻ പറ്റും, അല്ലേ? ഈ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മക്കയുടെ ആ തീക്ഷ്ണമായ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുക്കുന്നത്. മുമ്പുണ്ടായിരുന്ന ആളുകളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചെയ്തിരുന്ന ഒരു കാര്യം, അവരെ വലിച്ചു നിർത്തിയിട്ട് ഈർച്ചവാളുകൾ കൊണ്ട്, മരം മുറിക്കുന്ന ഈർച്ചവാളുകൾ കൊണ്ട് ശരീരം ഇങ്ങനെ രണ്ടായി മുറിച്ചിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്നറിയോ? അതൊന്നും അവർ ഈ ദീനിൽ നിന്ന് മാറ്റിയില്ല എന്നുള്ള. അത് കണ്ടിട്ട് മാറിയോ? ഇല്ല. അത് കണ്ടിട്ടും അവർ ഈ ദീനിൽ നിന്ന് മാറാൻ കാരണമായിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ്, ഇതാണ് മാതൃക. പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയിരുന്നു. സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ കാണാൻ കഴിയും, വയഖ്തുലൂനൽ അംബിയാഅ ബിഗൈരി ഹഖിൻ. ഒരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ട് ആ പ്രവാചകനെ കൊലപ്പെടുത്തുന്നു. അത് ഒന്നല്ല, ഒന്നിലധികം പ്രവാചകന്മാരെ കൊലപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നബിമാരെ കൊല്ലുക, അള്ളാഹ് അയക്കുന്ന ദൂതന്മാരെ കൊലപ്പെടുത്തുക, അത്രയും വലിയ പാതകങ്ങൾ ചെയ്തു കൂട്ടിയ സമൂഹം ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ ഇവിടെ ആ പ്രവാചകന്മാരെ സഹായിക്കാനും മർദ്ദിതരായ വിശ്വാസികളെ സഹായിക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ആ മർദ്ദനമേറുന്ന സന്ദർഭത്തിൽ അവരെ നശിപ്പിക്കുന്ന ഒരവസ്ഥ ഈ ലോകത്തുണ്ടായിട്ടുണ്ടെന്നാണ്. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റസുലൻ ഇലാ ഖൗമിഹിം ഫജാഊഹും ബിൽ ബയ്യിനാതി ഫന്തഖംനാ മിനൽ ലദീന അജ്റമൂ വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. ഈ ആയത്തിൽ പ്രവാചകന്മാരുടെ നിയോഗം പറഞ്ഞതിന് ശേഷം അവസാനം പറയാണ്, ഈ പ്രവാചകന്മാരെ, വിശ്വാസികളെ സഹായിക്കൽ റബ്ബിന്റെ ബാധ്യതയാകുന്നു. അവരെ നശിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതാണ്. മറ്റൊന്ന്, ഈ കുഫാറുകളുടെ കുഫറുകൾ അതിശക്തമാകുമ്പോൾ ആ കുഫർ കുറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്ത്, ഒരു നടപടിക്രമം, അവരെ നശിപ്പിക്കുക എന്നുള്ളൊരു നടപടിക്രമം ഈ ലോകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതും അള്ളാഹുവിന്റെ നീതിയാണ് എന്നുള്ള നിലയ്ക്ക് പണ്ഡിതന്മാരിങ്ങനെ വിശദീകരിച്ചു വരുന്നുണ്ട്. അപ്പോ ഇനി അതല്ലാത്ത നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിവെക്കുകയും ചെയ്യും. അതും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു നടപടിയാണ്. അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യവാനാണ്. ആ കാരുണ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷാ നടപടികൾ നീട്ടിവെക്കും. അതാണ് നമ്മൾ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്നതിനെ കുറിച്ച് പടച്ചോൻ കണ്ണടച്ചിരിക്കുന്നു നിങ്ങൾക്ക് തോന്നിപ്പോകും. അങ്ങനെ കരുതണ്ടാണ്. അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ? പടച്ചോൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? അള്ളാഹ്ക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ഒരു മനുഷ്യന് തോന്നിപ്പോകേണ്ട ആവശ്യമില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. അവരുടെ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു ദിവസത്തേക്ക് വേണ്ടി അവരങ്ങനെ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും നീട്ടിവെച്ചു കൊടുക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ ഒരിക്കലും ഒഴിവാക്കൂല. അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലാഹു യുംഹിൽ വലാ യുഹ്മിൽന. അള്ളാഹു എത്രയും എന്ത് ചെയ്യും? സമയം കൊടുക്കും, എത്രയും നീട്ടിയിട്ട് കൊടുക്കും, അവസരങ്ങൾ അനവധി അള്ളാഹു കൊടുക്കും. വലാ യുഹ്മിൽ, ഒരിക്കലും അള്ളാഹു ഒഴിവാക്കി കൊടുക്കൂല. ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒഴിവാക്കി കൊടുക്കുകയില്ല. പക്ഷെ അവസരങ്ങൾ നീട്ടിക്കൊടുക്കും. മാറാനും തിരിച്ചു വരാനും തൗബ ചെയ്യാനൊക്കെ അല്ലാഹു എത്രയും അവസരങ്ങൾ അല്ലാഹു വീണ്ടും നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇനി മാത്രവുമല്ല, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകമായ ഒരു കാവൽ അല്ലാഹു ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. ഈ വിഷയം നമ്മൾ മുമ്പ് പറഞ്ഞ
മുമ്പ് ആയത്തുകളിൽ സൂറത്ത് ത്വാഹ എടുത്തപ്പോൾ സംസാരിച്ച വിഷയമാണ്. അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, ഇപ്പൊ തൗറാത്തിന് ശേഷം മറ്റ് ശിക്ഷകൾ ഈ നിലയ്ക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത്, ഈ നിലയ്ക്ക് ശിക്ഷകൾ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു നുബുവത്തിന്റെ നിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രവാചകൻ വരിക, ആ പ്രവാചകനെ ഒന്നടങ്കം നിഷേധിച്ച് തള്ളുക, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി തൗറാത്തിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിക്ക് ശേഷം വന്ന പ്രവാചകനാണ്. ഈസാ നബി അലൈഹി സ്വലാം മൂസാ നബിക്ക് ശേഷം വന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ പ്രാർത്ഥന സൂറത്തു മാഇദയിൽ നമ്മൾ വായിക്കുന്നത് ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, പടച്ചോനെ നീ സമൂഹത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ അടിമകളാണ്. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ ഏറെ പ്രതാപിയാണ്, നീ യുക്തി ജ്ഞാനമുള്ളവനുമാണ് റബ്ബേ. അപ്പോ ഒരു അനുകൂല സാക്ഷ്യം വഹിക്കാവുന്ന രൂപത്തിലാണ് പ്രാർത്ഥന, അല്ലെ? തന്റെ സമൂഹത്തിന് അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് തടയണേ എന്ന് ആ പ്രാർത്ഥനയിലില്ല. അവർ അർഹരാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ അവർ അർഹരാണെങ്കിൽ അള്ളാഹുവെ നിനക്ക് നശിപ്പിക്കാം, അവർ നിന്റെ അടിമകളാണ് എന്നാണ് ആ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ആ പ്രാർത്ഥനയും മാറ്റിവെച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ഒരു ശിക്ഷ ഇറങ്ങാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധത്തിന്റെ അവസരത്തിൽ പിന്നെ ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉഹുദ് യുദ്ധത്തിന്റെ സമയത്ത് ഒരു മലക്ക് വരികയാണ്. ഫനളർതു ഫഇദാ ഫീഹാ ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉഹുദ് യുദ്ധാനന്തരമുള്ള അവസ്ഥയിൽ റസൂലുള്ളാഹി ആ കിടങ്ങിലൊക്കെ വീണു, പല്ലൊക്കെ പൊട്ടി, ശത്രുക്കളൊക്കെ വെല്ലുവിളിച്ച് പോയി, ചിന്ന ഭിന്നമായിക്കൊണ്ട് നബിയുടെ സ്വഹാബിമാരൊക്കെ പിന്നെ മരിച്ചു കിടക്കുന്ന ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണ് താഴ്ത്തിക്കൊണ്ടാണ് ആ യുദ്ധക്കളത്തിൽ ഇരിക്കുന്നത്. നബിയും സ്വഹാബിമാരും കണ്ണ് താഴ്ത്തിയിരിക്കുകയാണ്. കാരണം അവിടെ ഒരുപാട് മൃതദേഹങ്ങളാണുള്ളത്. ആ മൃതദേഹങ്ങളാണ് ആ യുദ്ധം ശേഷം സമ്മാനിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ശുഹദാക്കൾ ഉണ്ടായി. ആ ഉഹുദ് യുദ്ധത്തിൽ നമുക്ക് കാണാൻ പറ്റും, മയ്യറുദ്ദുഹും അന്നാ ഫലഹുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അതായത് അങ്ങനെ 7 ആൾ കൊല്ലപ്പെട്ടു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആരും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നബിയുടെ ചുറ്റിലും സുരക്ഷ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ വിളിച്ചു പറയാണ്, ആരാണോ നമ്മളെ രക്ഷിക്കുന്നത് ഫലഹുൽ ജന്ന മയ്യറുദ്ദുഹും അന്ന, ഈ കുഫാറുകളിൽ നിന്നും നമ്മളെ ആര് രക്ഷപ്പെടുത്തുമോ ഫലഹുൽ ജന്ന. അങ്ങനെ അൻസാരികളിൽപ്പെട്ട 7ഓളം ആളുകൾ അവിടെ വന്നു. ആ 7 ആളുകളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവർ മരണപ്പെട്ടു. അവര് 7 പേരും കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഫലഹുൽ ജന്ന എന്ന് പറഞ്ഞപ്പോൾ അവർ ഓടിട്ടു. അവർക്ക് സ്വർഗമുണ്ട്. ആരാണോ എന്നെ തൊട്ട് തടുക്കുന്നത് ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട്. ഈ ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി നമുക്കതിൽ പിന്നെ പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്ഷൻ ജിഹാദിന് അവിടെ ഉണ്ട്. അത് നമ്മൾ പറയാം. ആ 7 പേരും കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് താഴ്ത്തിയിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തി നോക്കുമ്പോൾ ജിബ്രീൽ ഫഇദാ ഹുവ ജിബ്രീൽ ഫനാദാനി, അങ്ങനെ ജിബ്രീൽ വിളിച്ചു, മുഹമ്മദ് എന്ന് വിളിച്ചു. ഫഖാല ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക വമാ റദ്ദു അലൈക. താങ്കളുടെ സമൂഹം ഈ യുദ്ധക്കളം വിട്ടു പോകുമ്പോൾ വിളിച്ചു പറഞ്ഞ വാക്കുകൾ രക്ഷിതാവ് കേട്ടിരിക്കുന്നു. അവരെന്താ പറഞ്ഞത്? ആ സംഭവം അറിയില്ലേ? ഉലു ഹുബുൽ വിഗ്രഹമാണ് മക്കയിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ വിഗ്രഹം. അതായത് ഖുറൈശികൾക്കൊക്കെയും ഒരു സ്വന്തം വിഗ്രഹം എന്ന് പറയില്ലേ, സ്വന്തം മൂർത്തി. അങ്ങനെ കൊണ്ടുവന്ന ഒരു സ്വന്തം മൂർത്തിയെ കുടിയിരുത്തിയതാണ് ഹുബുൽ എന്ന് പറയുന്ന വിഗ്രഹം. ഈ വിഗ്രഹത്തെയാണ് ആര് കൊണ്ടുവന്നത്? ആദ്യമായി അറബികൾക്കിടയിൽ വിഗ്രഹാരാധന തുടങ്ങിവെച്ചത് അംർ ബിൻ ലുഹൈ എന്ന് പറയുന്ന അവരുടെ നേതാവാണ്. ഈ അംർ ബിൻ ലുഹൈ അവരുടെ നേതാവായിരുന്നു. ആ മക്കക്കാരുടെ നേതാവായിരുന്നു. അദ്ദേഹം പേർഷ്യൻ യാത്ര നടത്തിയപ്പോൾ പേർഷ്യയിൽ ഏറ്റവും നല്ല അവിടുത്തെ മഹാരഥന്മാരൊക്കെ ആദരിക്കുന്ന രൂപത്തിൽ ആ നാട്ടിലുള്ളൊരു ചടങ്ങാണ് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് അവർക്ക് അതിന് ഏറ്റവും നല്ല രൂപത്തിൽ കാണിക്ക വെക്കുകയും അവരെ
പുകഴ്ത്തി ഒരു അപ്രമാദിത്വത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന രീതി. അപ്പൊ അദ്ദേഹത്തിന് അത് നല്ലതായി തോന്നിയ ഇത് കൊള്ളാലോ, ഇത് നല്ലൊരു കാര്യമാണല്ലോ. കാരണം നല്ല മനുഷ്യന്മാര്, നല്ല ആളുകൾ, നല്ല പദവിയുള്ള സമൂഹത്തിന് മാതൃകരായ ആളുകളെ അവരെന്നും പുതുതലമുറ ഓർത്തിരിക്കുന്ന ഒരു സംഗതി. അങ്ങനെ കൊണ്ടുവരുന്നതാണ് ഹുബുൽ വിഗ്രഹത്തെ അവിടുന്ന് കൊണ്ടുവരികയാണ്. അതാണ് പിന്നീട് അറബികൾക്കിടയിൽ വിഗ്രഹാരാധന സജീവമാക്കിയ ഒരു കാര്യം. ഈ അംർ ബിൻ ലുഹയ്യ് ചെയ്തു വെച്ച ഹുബുൽ വിഗ്രഹം. അപ്പൊ അവര് യുദ്ധം ജയിച്ചപ്പോ വിളിച്ചു പറഞ്ഞു, എന്ത്? അല്ലാഹു അക്ബർ ആണല്ലോ ഇവിടുന്ന് പറയല്. ബദർ യുദ്ധത്തിൽ നിന്നൊക്കെ വിളിച്ചു പറയലുകൾ അല്ലാഹു അക്ബറാണ്. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന വാക്കാണ്. അപ്പൊ അതിന് പകരം പറഞ്ഞ വാക്കാണത് ഹുബുൽ. ഹുബുൽ വിജയിക്കട്ടെ, അല്ലെങ്കിൽ ഹുബുൽ പിന്നെ ഉന്നതനാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയാം. അപ്പൊ കുറെ നേരം മിണ്ടാണ്ടിരുന്നു. ആരൊക്കെ ഉണ്ട്? അബൂബക്കർ സിദ്ദീഖ്. ഈ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, റസൂലുണ്ട്. അപ്പൊ അവരൊക്കെ മറഞ്ഞിരിക്കുന്ന സന്ദർഭമാണ്. യുദ്ധം കഴിഞ്ഞു, ഇനി പിരിഞ്ഞു പോകുന്ന ഘട്ടമാണ്. വിളിച്ചു പറയാം. അപ്പോ ആർക്കാണ് അടങ്ങിയിരിക്കാൻ അതിൽ പറ്റാതിരിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടങ്ങിയിരിക്കാൻ തീരെ പറ്റില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിക്കുകയാണ്, റസൂലെ മറുപടി കൊടുക്കട്ടെ. അവർക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് മറുപടി കൊടുത്തു. അദുവല്ല, പടച്ചവന്റെ ശത്രു അള്ളാഹുവാണ്, അള്ളാഹും റസൂലുമാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് ഉറക്കം വിളിച്ച് ശബ്ദം അതിശക്തമായിക്കൊണ്ട് ഉറക്ക അലറി വിളിച്ചുകൊണ്ട് അവർക്ക് മറുപടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ ഈ സംഭവത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയപ്പെട്ട വാക്കുകളൊക്കെ ആര് കേട്ടിട്ടുണ്ട്? അല്ലാഹ് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഫഖാല ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക, താങ്കളുടെ കൗമ് താങ്കളോട് പറഞ്ഞ വാക്ക് അല്ലാഹ് കേട്ടിരിക്കുന്നു. വമാ റദ്ദു അലൈക, ആ മറുപടി പറഞ്ഞ വാക്ക്, അവർക്ക് മറുപടി പറഞ്ഞ വാക്കുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിരിക്കുന്നു. താങ്കൾക്ക് മറുപടി പറഞ്ഞത്. വഖദ് ബഅസ ഇലൈക മലക്കൽ ജിബാൽ, പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുമായി കൊണ്ടാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ കാര്യത്തിൽ തീരുമാനം വേണ്ടത്? ലിതഉമുറഹു ബിമാ ശിഅത ഫീഹിം, അവരുടെ വിഷയത്തിൽ, ഈ സമൂഹത്തിന്റെ, ഈ കുഫാറുകളുടെ വിഷയത്തിൽ എന്താണോ അങ്ങയുടെ തീരുമാനം അതിനനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കിന് അനുവാദം കൊടുക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വിഷയത്തിൽ പർവ്വതങ്ങളുടെ മലക്കിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ഫനാദാനി മലക്കുൽ ജിബാൽ ഫസല്ലമ അലയ്യ, ഫനാദാനി മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്ക്, ആ മലക്കിന്റെ പേര് പറഞ്ഞിട്ടില്ല, പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്ക് റസൂലിന്റെ അരികിലേക്ക് വന്നു, സലാം പറഞ്ഞു. ഫസല്ലമ അലയ്യ, റസൂലിന്റെ അരികിൽ വന്ന് സലാം പറഞ്ഞു. സുമ്മ ഖാല യാ മുഹമ്മദ്, പിന്നീട് പറഞ്ഞു ഓ മുഹമ്മദേ എന്ന് വിളിച്ച് ചോദിച്ചു. ഫഖാല ദാലിക ഫീമാ ശിഅത ഇൻ ശിഅത അൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരെ നശിപ്പിച്ചു കളയാമല്ലോ, ഈ രണ്ടു പർവ്വതങ്ങൾക്കിടയിൽ അവരുടെ കാര്യം തീർക്കാം എന്നുള്ള നിലയ്ക്കാണ് മലക്കിന്റെ സംസാരം ഉണ്ടാവുന്നത്. ആ സമയത്ത് ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൽ അർജു അൻ യുഖ്രിജല്ലാഹ് മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈആ, വേണ്ട, ബൽ അർജു അൻ യുഖ്രിജല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ അവരുടെ മുതുകുകളിൽ നിന്നും, മിൻ അസ്ലാബിഹിം, അവരുടെ മുതുകിൽ നിന്നും, മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹത്തെ ഒരു പക്ഷേ അല്ലാഹു പിന്നീട് കൊണ്ടുവന്നേക്കാം, അതുകൊണ്ട് അവരെ നശിപ്പിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇത് കേൾക്കാൻ നല്ല രസമാണ്, കേൾക്കാൻ നല്ല രസമാണ്. നമുക്ക് തോന്നും ഇതിലിപ്പോ എന്താണ് ഒരു സംഗതി ഉള്ളത്, ഏത് ഘട്ടത്തിലാണ് ഈ വാക്ക് പറയുന്നത് എന്നുള്ള വലിയ വിഷയമാണ്. ഒരു യാതൊരു നിലക്കും മാനസികമായിട്ടൊരു ഒരു പ്രയാസമില്ലാത്തൊരു സമയത്ത് നമ്മൾ എടുക്കുന്ന നിലപാടും, നമ്മുടെ രോഷം ഇങ്ങനെ തിളച്ചു നിൽക്കുന്ന സമയത്ത് ആ വാപ്പ രണ്ടെണ്ണം പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് മക്കള് രണ്ടാളും നല്ല കയ്യൂക്കുള്ള ആൺകുട്ടികൾ വന്നിട്ട് നിങ്ങളെ പറഞ്ഞ ആ ഒരുത്തനെ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ പറയുന്ന പണിയുണ്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രണ്ട് ആൺകുട്ടികൾ വണ്ടി വിളിച്ചിട്ട് വാപ്പാനയിൽ കയറ്റാൻ സമയത്ത് തല്ലുപിടി ഉണ്ടാക്കാൻ പോകാതിരിക്കാൻ വാപ്പ പറയുന്ന വാക്ക് അതാണ്. അവിടെയാണ് വാപ്പന്റെ വാക്ക് ഹിക്മത്തുള്ള വാപ്പയാവുള്ളൂ, അല്ലെ? ആ തീവ്രതയിൽ നിൽക്കുന്ന സമയത്ത് നിലപാടെടുക്കാനുള്ള, അതാണ് ഹിക്മത്ത്. അല്ലാതെ ഒരു കുഴപ്പമില്ല, നല്ല സമാധാന അന്തരീക്ഷം, നമ്മൾ ചായയൊക്കെ കുടിച്ചു വരുമ്പോ നമ്മൾ റോങ് സൈഡ് കയറിയപ്പോൾ മറ്റൊരുത്തൻ തെറി വിളിച്ചു,
അപ്പൊ അത് കുഴപ്പമില്ല, വിട്ടോട്ടെ നിൽക്കുന്നത്. നമുക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിലെ, നമുക്കൊരു കുഴപ്പമില്ല, നമ്മുടെ മനസ്സ് വളരെ ശാന്തമാണ്. പക്ഷേ ഒരു വികാരത്തിന്റെ ഏറ്റവും പർവ്വതഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുക, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഈ നിലപാട് എന്ന് പറഞ്ഞത്. ഇനി അപ്പോ ഇവിടെ മറ്റൊരു സംഭവം കാണാൻ പറ്റുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ അഹ്ലക്കല്ലാഹു ഖൗമൻ വലാ ഖർനൻ വലാ ഉമ്മതൻ വലാ അഹ്ല ഖർയത്തിൻ. ഒരു നാട്ടുകാരെയോ ഒരു ഉമ്മത്തിനെയോ ഒരു വലിയ സമൂഹത്തെയോ വലാ ഖർനൻ ഒരു തലമുറ ഒരു നൂറ്റാണ്ടിനെയോ ഒന്നും അല്ലാഹു ഇന്ന് വരെ നശിപ്പിച്ചിട്ടില്ല. മുൻദു അൻസല തൗറാത്ത അലാ വജ്ഹിൽ അർദ്. മുൻദു അൻസല അല്ലാഹു തൗറാത്ത്, ഭൂമി ലോകത്തേക്ക് തൗറാത്ത് എന്ന വേദഗ്രന്ഥം ഇറക്കിയതിനു ശേഷം പിന്നീട് അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും ഒരു സമൂഹത്തെ മുഴുവൻ നിഷ്കാസനം ചെയ്ത് പൂർണ്ണമായും അവരില്ലാതാകുന്നൊരവസ്ഥ, ആ സമൂഹത്തിലെ ഒരാൾ പോലും ബാക്കിയില്ലാത്ത രൂപത്തിൽ. അങ്ങനെയായിരുന്നു മുമ്പുണ്ടായിരുന്ന ശിക്ഷ എന്നാണ് പറയുന്നത്. മുമ്പുണ്ടായിരുന്ന ശിക്ഷ അവരിൽ നിന്നും ഒരാളും ഒഴിവാവില്ല എന്നുള്ളതാണ്. കാരണം ആ ശിക്ഷ ഇറങ്ങുന്ന സമയം തന്നെ ലതുസ്ബിഹുന്ന നാദിമീൻ, പ്രഭാത സമയങ്ങളിൽ പുലർക്കാല വേളകളിൽ അവർ ചെയ്ത പ്രവർത്തനത്തിൽ ഖേദം വരുന്നവരായി അവർ മാറും. പുലർക്കാല വേളയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ശിക്ഷ വരും. ഒരാളും ഒഴിവായി പോവില്ല, ഒരാളും അന്ന് ആ നാട്ടിൽ ഹാജരില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അവർ അതിവേഗം അവിടുന്ന് കടന്നു പോകാൻ അള്ളാഹുവിന്റെ ആജ്ഞ ഉണ്ടാവും. അതിവേഗം വിശ്വാസികളെയും കൊണ്ട് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ ആജ്ഞ ഉണ്ടാവും. ആ സമയത്താണ് ശിക്ഷ ഇറങ്ങുന്നത്. സുബഹിന്റെ സമയത്ത് എത്ര വചനങ്ങൾ നമുക്ക് അവിടെ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഒരാൾ പോലും ഒഴിവാകാത്ത രൂപത്തിൽ ആ ശിക്ഷ അവരെ ബാധിച്ചിരുന്നു. എന്നാലോ തൗറാത്ത് ഇറങ്ങിയതിനു ശേഷം അത്തരത്തിലൊരു ശിക്ഷ അള്ളാഹു ഇറക്കിയിട്ടില്ല. ബി അദാബി മിനസ് സമാ, ആകാശ ലോകത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് അത്തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടി ഉണ്ടായിട്ടേയില്ല. ഗൈറ അഹ്ലിൽ ഖറിയത്തി ലത്തി മുസിഖത് ഖിറദതൻ, പക്ഷെ ഒരു കൂട്ടർക്ക് വന്നിട്ടുണ്ട്. ആ കൂട്ടരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുരങ്ങുകളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപമാറ്റം നടത്തിയ ഒരു സമൂഹമുണ്ട്. ആ സമൂഹക്കാരെ ഒഴിച്ചല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിന് ശേഷം ഒരു നിലക്കും ശിക്ഷ ഇറക്കിയിട്ടില്ല. അലം തറ ഇലാ ഖൗലിഹി തആല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലെ ഒരു ആയത്ത്, ഈ ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കാൻ. വലഖദ് ആതൈനാ മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊലാ, മുമ്പുണ്ടായിരുന്ന എല്ലാ തലമുറയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ അവതരിപ്പിച്ചു? തൗറാത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിച്ചു കൊടുത്തു. ബസ്വാഇറ ലിന്നാസ്, മനുഷ്യരുടെ ഹൃദയം തുറക്കുന്ന, കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം. വഹുദം വറഹ്മതൻ ലഅല്ലഹും യതദക്കറൂൻ, ഉറ്റാലോചിക്കാനും ചിന്തിക്കാനും പര്യാപ്തമായ കാരുണ്യമായി കൊണ്ടുള്ള ഗ്രന്ഥം എന്നാണ് എന്തിനെ കുറിച്ച് പറഞ്ഞത്? തൗറാത്ത് എന്ന അള്ളാഹുവിന്റെ മൂസ നബിക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ തൗറാത്തിനെ കുറിച്ച് പറയുന്ന, ഇത് ഇമാം ഹാക്കിം ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ മുസ്തദ്റക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമേ എല്ലാവരുടെയും തലച്ചോറ് ഒരേപോലെ സമായിക്കൊള്ളുന്നില്ല. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.